സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായ യേശുക്രിസ്തുവിനാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പുതുതായിട്ട് കടന്നതായ പ്രിയ ജഗർഷനെ യേശുവിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, പ്രിയ സഹോദരൻ കടന്നു വരുവാൻ ഇടയായിരുന്നല്ലോ. ദൈവം സഹായിക്കട്ടെ. ഈ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സഹായിക്കുന്ന പോലെ കാലം കർത്താവിൻ്റെ സന്നിധിയിൽ കടത്തി വരുവാനാകുമ്പോൾ കർത്താവിന് വലിയ പ്രവൃത്തി കഴിവുകൾ ചെയ്യുവാൻ കണ്ടയായിക്കൊണ്ടിരിക്കുന്ന കൃപയായി സ്തോത്രം ചെയ്യുന്നു. പ്രദേശത്തോളം സമയം അവസരം കൃത്യമായി നിൽക്കുവാൻ ദൈവദാസനെ ദൈവം ബലപ്പെടുന്നതിനായ ശക്തിയെ സ്വാധിച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒന്നുകൂടെ പറയുവാൻ നിൽക്കണം. ദൈവം നൽകിയ ഭാഗ്യത്തിനായിരുന്നു അതുകൊണ്ട് സ്വാധിച്ചത്. അവയെ ആ വചനപ്രകാരം നടപ്പാൻ അതിന് നീളം ആഴം ഉയരമൊക്കെ ഒന്ന് ഗ്രഹിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് കടന്നു വരുവാൻ അവന് ലോകത്തിലുള്ളതിനെയില്ല. അതിന് കർത്താവിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവം സഹായിക്കുവാൻ ഇടയാകട്ടെ. വീണ്ടും ദാസനെ ദൈവം ബലപ്പെടുത്തുവാൻ ഇടയാകട്ടെ. അനേകം വചനം പറഞ്ഞു കൊടുക്കുവാൻ ദൈവം ദാസനെ ബലപ്പെടുത്തുവാൻ ദൈവം ശേഖരിക്കുവാൻ ഇടയാകട്ടെ. അത് ഇത് വായിച്ചതായ സങ്കീർത്തനമായ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് 116 വാക്യം. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണം, എന്റെ പ്രത്യാശയെ ഞാൻ ലഭിച്ചു പോകണം. അപ്പം ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ, എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജിച്ചു പോകരുത്. അപ്പം നമ്മുടെ പ്രത്യാശയിൽ എന്ത് ചെയ്യുക? ലജിച്ചു പോകാൻ ഇടയാകരുത്. നമുക്ക് അവിടെ പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് വചനപ്രകാരം എന്നെ താങ്ങണമേ. അപ്പം കർത്താവിൻ്റെ വചനത്തിലൂടെ എന്ത് ചെയ്യുക? നമ്മളെ താങ്ങണം. നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാര്യത്തിനെ കുറിച്ചല്ല, നിത്യതയിലേക്ക് എത്തുവാൻ വേണ്ടി നിത്യരാജ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കഴിയും. നമ്മളെ താഴെ നിർത്തുന്നത്, നമ്മളെ വഴി നടത്തുന്നത് ഒന്നേ ഉള്ളൂ, ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം മാത്രമേ. ആ വചനത്തെ പ്രകാരം നടന്നെങ്കിൽ മാത്രമേ ആ നിത്യതയിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. ലോകത്തിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാം, എങ്ങനെയെങ്കിലും പോകാം. പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വചനം എന്നെ താങ്ങി നിർത്തിയേ പറ്റത്തുള്ളൂ. ഈ വചനം എന്നെ ആശ്വസിപ്പിച്ചേ പറ്റുള്ളൂ. ഈ വചനം എനിക്ക് ദീപമായി വെളിച്ചമായി തീർന്നെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാം? നിത്യതയിലേക്ക് ഞാൻ മരിക്കാതിരിക്കണമെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഈ വചനം എനിക്ക് അവയെ ആശ്വാസമായി വഴികാട്ടിയായി ദൈവമായി തീരുമാനമാണ്. നമുക്കൊരു കർത്താവിൻ്റെ ദിവസം പറഞ്ഞു വരികയാണ്. നമുക്ക് ദൈവവചനം ധ്യാനിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും അതിൽ കർത്താവിൽ സന്തോഷിക്കുവാനും ആ വചനത്തിൽ സന്തോഷിക്കുവാനും അവൻ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം പറയുവാനിടെ ആകുമ്പോൾ നമ്മളൊന്നും അത്രത്തോളം ഒന്നും അല്ല അത് ചെയ്യാം. ആ ഭാരം നമ്മുടെ അത് ശരീരമായ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒന്നും ഉള്ളവരല്ല. പക്ഷേ അവിടെയും കാരാഗ്രഹമായിക്കോട്ടെ, ബുദ്ധിമുട്ടായിക്കോട്ടെ, ഭാരമായിക്കോട്ടെ, നമ്മളത് ഇന്ന് എപ്പോഴേ ദൈവത്തിൻ്റെ വചനവും ഇട്ടിട്ട് കളഞ്ഞിട്ട് പോയാലേ പറഞ്ഞാലേ ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എനിക്കുള്ളതെല്ലാം ഞാൻ കളഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷേ ഓരോ സമയം പറയാം, എനിക്കുണ്ടായിരുന്നത് മുഴുവൻ ഞാൻ കളഞ്ഞിട്ട് പോകുന്നതാണ്. ഞാൻ പ്രത്യാശ എന്തായിരുന്നു? അപ്പം ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുമെന്നുള്ളതല്ല, ഈ ലോകത്തിൽ ഞാൻ നടവാനാകറ്റിയിരുമെന്നുള്ളതല്ല. എൻ്റെ പ്രത്യാശ ഉയരത്തിലേക്ക്. അന്നത്തെ പൗലോസും അവ ഇന്നത്തെ ജനവും തമ്മിലുള്ള വ്യത്യാസം. അവ ഇന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പെടുന്നു. എന്ത് ആഗ്രഹം, എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ നേടണം. ചിന്തകൾ തിരിഞ്ഞുപോയി, പ്രത്യാശ തിരിഞ്ഞു പോകാൻ. ഞാൻ ഒന്നുമില്ലാത്തതിനെ പോലെ കർത്താവിൻ്റെ സലേഖം വന്നു. ഇന്ന് ഞാൻ എല്ലാ ഉള്ളവരെ പോലെ ആയിത്തീരും. നന്മകൾ ദൈവത്തിനും. പക്ഷേ ഫോക്കസ്, ചിന്ത, നമ്മുടെ സന്തോഷം അതിലാണ്. എന്തിനായിത്തീരണം? പൗലോസിനെ എല്ലാം വിട്ടു. എന്നാൽ എനിക്ക് നിത്യതയിൽ ഒരു സ്ഥാനമില്ല. നിത്യതയിൽ എനിക്ക് അവരെ ആ സ്നേഹം, കർത്താവ് സ്നേഹിച്ച സ്നേഹത്തെ അതിലെ നഗ്നതയോ പട്ടിണിയോ ഉപദ്രവമോ എന്തായിരുന്നാലും ശരി, അതിൽ നിന്ന് കർത്താവ് എന്നെ അകറ്റിക്കളയുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഒന്നും കഴിയത്തില്ല എന്ന ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. നമ്മളാരും വഞ്ചിക്കപ്പെട്ടു പോകാതെയാകരുത്. നമ്മുടെ പ്രത്യാശയെ നഷ്ടപ്പെട്ടു പോകാതെയാകരുത്. വഞ്ചിക്കപ്പെട്ടു പോകുന്ന അനുഭവത്തിലേക്ക് പോകാതെയാകരുത്. ഫോക്കസ് തിരിഞ്ഞു പോകാതെയാകരുത്. കർത്താവ് പറയുന്നത് ഉയരത്തിലേക്ക് ചിന്തിക്കുകയും എന്ന് കഥാവിനെല്ലാം പറയുമ്പോൾ ഉയരത്തിലേക്കല്ല പലപ്പോഴും പല ഭീഷണിയും പല പഠിപ്പീരുകളും നടക്കുന്ന ഉയരത്തിലേക്കല്ല, വീണ്ടും ഭൂമിയിലേക്ക് മാത്രമായി പഠിപ്പീര് നടക്കും. അവരെക്കാൾ നമ്മൾ വിളിച്ച വിളിയുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് കർത്താവിനെ വിളിച്ചത് ഈ ഭൂമിയിൽ അവയെ എന്തെങ്കിലും നേടി ഇവിടെ എന്തെങ്കിലും പേരെടുത്ത് നിൽക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം ഒന്ന് ബലപ്പെടുത്തുവാൻ, ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ, ആത്മീയ ദർശനം പ്രാപിച്ചെടുക്കുവാൻ വേണം.
പൗലോസ് അവർക്ക് ഓടിയത് വൃഥാവല്ല. അവൻ ഭയത്തോടെ വിറയലോടെ അവൻ കർത്താവിനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും വേണ്ടി കടന്നു വന്നത്. അവൻ സകലതും വിട്ടിട്ട് അവൻ സകലതും അവൻ പട്ടിണി ആയിക്കോട്ടെ, ഉപദ്രവമായിക്കോട്ടെ, അവൻ കാരാഗ്രഹത്തിലുള്ളതായ അനുഭവങ്ങളായിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. എങ്ങനെയും കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുന്നതിനുള്ള ഒറ്റ ലക്ഷ്യമാണ് പൗലോസിനുള്ളത്. നമ്മളെങ്ങനെ ആയിരിക്കണം, ആ ദൈവത്തിന്റെ പാതകളിലേക്ക് നടത്തി വരുവാനാകുമ്പോൾ എങ്ങനെ ആയിത്തീരണമെന്ന് കർത്താവിനെ ബലപ്പെടുത്തുവാൻ ദൈവം സ്നേഹിച്ചതിന് ആ സ്നേഹത്തെ ഒന്ന് തിരിച്ചറിയുക. കർത്താവിനെ സ്നേഹിച്ചപ്പോൾ എത്രയധികം സ്നേഹം തന്ന എന്നെ വിളിച്ചത് എന്ന് തിരിച്ചറിയുവാൻ കഴിയും. എത്രയധികം സ്നേഹം പറയുന്നത് ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മെഡിറ്റേറ്റ് ചെയ്യുവാൻ കഴിയുന്നു, നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നു, അതിനെ ആഴമൊന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നു. പലപ്പോഴും വേണ്ടത് ഗ്രഹിക്കുവാൻ എത്രത്തോളം ദൈവം നമ്മെ സ്നേഹിച്ചു, ലവ് ചെയ്തു എന്ന് തിരിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതിരിക്കുന്ന അനുഭവമുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ നമ്മളൊരു വില കൊടുത്തൊരു സാധനം വാങ്ങിയാൽ, ഞാനൊരു പൈസ കൊടുത്ത് ഈ മൊബൈൽ വാങ്ങിയാൽ ഇതിനെ കെയർ ചെയ്യേണ്ടതുപോലെ ഞാൻ കെയർ ചെയ്യുവാൻ കഴിയത്തില്ല, ഇതിന് ഉപയോഗിക്കേണ്ടതുപോലെ ഞാൻ ഉപയോഗിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ, കർത്താവ് നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ ആ വില പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിയാതെ യേശു കർത്താവ് എത്രയധികം വേദനയോടെ എത്രയധികം നിന്ദകളും അടികളും ഏറ്റിട്ടാണ് കർത്താവ് നമ്മളെ ആ വിലയ്ക്ക് വാങ്ങിയത് എന്ന് പലപ്പോഴും ഗ്രഹിക്കാതെ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ പിറുപിറുപ്പിൻ്റെ മണ്ഡലത്തിൽ നിലക്കുവാണെയാകുമ്പോൾ കർത്താവ് നമ്മൾ ചോദിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നവരെന്ന് അടുത്ത് ഒരുപാട് കഴിയും. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം, ഹീബ്രൂ ചാപ്റ്റർ 4 verse 14 and 16. ഹീബ്രൂ ചാപ്റ്റർ 4 verse 14 and 16. എബ്രായർ 4-ാം അധ്യായം 14-15. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനും അടുത്തിച്ചിരിക്കുന്നു. നമുക്കിതെല്ലാം ഈ വചനം നമുക്ക് ബൈഹാർട്ടാണ്, പക്ഷെ എനിക്ക് എന്നെ ചിന്തിപ്പിച്ച കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അത് ആകെ ദൈവത്തിനായ യേശു ആകാശത്തിൽ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട്. അപ്പം ശ്രേഷ്ഠ മഹാപുരോഹിതൻ, പഴയ കാലഘട്ടങ്ങളിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. അവർ യാഗം അവരുടെ പാപത്തിന് വേണ്ടിയും ജനത്തിൻ്റെ പാപത്തിന് വേണ്ടിയും കടന്നു യാഗം അർപ്പിക്കുവാനിടയായി തന്നപ്പോൾ നമുക്കുള്ള മഹാപുരോഹിതൻ പാപം ഒഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുള്ളപ്പോൾ ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരല്ല, പാപം ഒഴികെ സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രയും നമുക്കുള്ളത്. അവിടെ നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. നാം പാപം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് നീയ പാപം ഒഴികെയാണ് സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കുന്നത്. ഇന്ന് അതുകൊണ്ട് കർത്താവിന്റെ സ്ഥലത്തിൽ നമുക്ക് അടുത്ത് വരുവാണ്ടാകുമ്പോൾ നമുക്ക് പറയുവാൻ നമുക്കൊരു പ്രാഗൽഭ്യമുള്ള ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് വരുമ്പോൾ കർത്താവിന് ആരെക്കാൾ ഉപരിയായിട്ട് എൻ്റെ വേദനകളെ, എൻ്റെ ഭാരങ്ങളെ, എൻ്റെ വിഷയങ്ങളെ, ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളെയും ആർക്കറിയാം? കർത്താവിനറിയാം, ദൈവത്തിനറിയാം. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ദൈവത്തിന്റെ മഹാപുരോഹിതനായിട്ട് ആരുണ്ട്? യേശു കർത്താവ് ഉണ്ട്. യേശു കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ, അവന് രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ, ആ കർത്താവിന്റെ പാദത്തിലേക്ക് അടുത്ത് വരുവാണ്ടാകുമ്പോൾ നമുക്ക് പരിഹാരമായി കർത്താവ് അവിടെ നിലപ്പിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം നൽകുവാൻ വേണ്ടിയുണ്ട്. എന്നാൽ ഇത് പകൽക്കാലം നമ്മൾ വളരെ ഈസി ആയിട്ട് പറയുവാനല്ല, എന്റെ വിലയ്ക്ക് കൊടുത്ത് കർത്താവ് വാങ്ങി എന്ന് പറയുവാനാകുമ്പോൾ അതിന് പിമ്പിൽ കർത്താവ് അനുഭവിച്ച വേദനകൾ എത്രത്തോളം ഉള്ളത് തിരിച്ചറിയുവാൻ കഴിയും. ആ പ്രോസസ്സിങ് എത്രത്തോളമായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയും.
നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ കർത്തൃമേശയുടെ സമയത്ത് വചനം വായിച്ച് ഓടിച്ചു വിടുവാനായിട്ട്. എന്നാൽ അതല്ല നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുവാൻ, അതെന്ന് മനസ്സിലാക്കുവാൻ, എങ്ങനെയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്, എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്ന് തിരിച്ചറിയുവാൻ കഴിയും. നമുക്ക് വായിക്കാം മത്തായി സുവിശേഷം 27-ാം അധ്യായം 27-30. മാത്യു ചാപ്റ്റർ 27:27-31. മാത്യു ചാപ്റ്റർ 27:27-31. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ശീമോൻ എന്ന പേരുള്ള കുറേനക്കാരനെ കണ്ടു അവന്റെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. അനന്തരം നാടുവാഴികളുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവരുടെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിച്ച് മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവരുടെ തലയിൽ വെച്ചു. വലം കൈയിൽ ഒരു കോലും കൊടുത്തു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. അപ്പൊ കർത്താവിന്റെ അനുഭവിച്ച ആ വേദനകളെയൊക്കെ അറിയാം. പക്ഷെ എൻ്റെ ഒരു ഒറ്റ ചോദ്യമുണ്ട്, നമ്മൾ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. ആ സ്ഥാനത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുവാനാണ്. നമ്മളെ ആരെങ്കിലും പരിഹസിച്ചാൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമ്മളെ ആരെങ്കിലും നിന്ദിച്ചാൽ സഹിക്കാൻ കഴിയും? എന്നാൽ ആ ഞാൻ സഹിക്കേണ്ട പരിഹാസം കർത്താവ് എനിക്ക് വേണ്ടി അവിടെ പരിഹാസം. ഞാൻ അനുഭവിക്കേണ്ട നിന്നയാണ് ഒരു പാപവും ചെയ്യാത്ത, ഒരു കുറ്റവുമില്ലാത്ത വിശുദ്ധനായ കർത്താവ് നമുക്ക് വേണ്ടി ആ നിന്ന സഹിച്ചു. ആ ആടിക്കൊണ്ടത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. അവന് മുഖത്തേക്ക് തുപ്പുവാനിടയായിത്തുന്നു. ഒരു അബദ്ധവശ ഒരു തുപ്പലെങ്കിലും നമ്മുടെ മുഖത്ത് വീണാൽ നമുക്ക് എത്ര വേദനയാണ്. നമ്മുടെ മുഖത്തൊന്ന് നോക്കിയിട്ട് തുപ്പുവാനിടയാണ്. യേശുവിൻ്റെ മുഖത്തെ നോക്കി തുപ്പുവാനിടയായിരുന്നു. അവനൊന്നും മൗനമായിരുന്നു, അവനൊന്നും മിണ്ടിയില്ല, അവനൊന്നും സംസാരിച്ചില്ല. എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ്. ഇന്ന് തിരിച്ചറിയേണ്ടത് ആ ദൈവിക സ്നേഹത്തെക്കുറിച്ച് പറയുവാനിടയായിട്ടുമ്പോൾ, ആ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് മനസ്സിലാക്കുവാനിടയാകുമ്പോൾ, ആ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ മകനാക്കി തീർത്തിരിക്കുവാനിടയാകുമ്പോൾ പലപ്പോഴും ആ സ്നേഹത്തെ എന്ത് ചെയ്യുക, അതിനെ ആഴത്തെ, അതിൻ്റെ നീളത്തെ പലപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഗ്രഹിക്കേണ്ടത് പോലെ ഗ്രഹിക്കുവാൻ പലപ്പോഴും മറന്നു പോവുകയാണ്. എത്രത്തോളം നിന്ദകളും പരിഹാസങ്ങളും അടികളും ചാട്ടവാറ് കൊണ്ട് അടിയേറ്റ് ഒഴിവശാല പോലെ കീറൽ സംഭവിച്ച് നിന്ന് രക്തം വാർന്നൊഴുകിയിട്ട് ആ ഗോൽഗോഥാ സ്ഥലത്തേക്ക് നടക്കുവാൻ പോലും കഴിയാതെ വീണ്ടും എഴുന്നേറ്റ് അവന് ക്രൂശ് ചുമന്നുകൊണ്ട് പോകുവാനായി. ഇത് എന്തിനു വേണ്ടിയാ കർത്താവ് സഹിച്ചത്? യേശു എന്തിനു വേണ്ടിയാ സഹിച്ചത്? ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയാണ്. നമ്മൾ സഹിക്കേണ്ട നിന്ന്, നമ്മൾ ഏൽക്കേണ്ട അടി, നമ്മൾ ഏൽക്കേണ്ട പരിഹാസം, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസമായി നിൽക്കേണ്ട അവസ്ഥകൾ യേശു നമ്മളെ സ്നേഹിച്ചു. ഇന്ന് പകൽക്കാലം കർത്താവ് സ്നേഹിച്ചെങ്കിൽ, ആ കർത്താവ് പരിപാലിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം മടക്കി കൊടുക്കുവാൻ നമുക്ക് ഇന്ന് പകൽക്കാലം എന്തുണ്ട്? കർത്താവിന്റെ സന്നിധിയിലേക്ക് മടക്കി കൊടുക്കുവാനുണ്ട്. ആ കർത്താവ് ചോദിക്കുക,
അപ്പൊ ഈ ഇത്രയേറിയ വേദനകളും ഇത്രയേറിയ നിന്ദകളും പരിഹാസങ്ങളും എന്റെ മുഖത്ത് നോക്കി അവമാനിച്ചപ്പോൾ ഞാൻ പിതാവായിരുന്ന ദൈവമായിരുന്ന സാക്ഷാൽ ദൈവമായിരുന്ന മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കേവലം മനുഷ്യനായിരിക്കുന്ന മനുഷ്യൻ അവൻ മുഖത്ത് നോക്കി പരിഹസിച്ചപ്പോൾ അവൻ നീ രാജാവാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ നിന്ദിച്ചപ്പോൾ പരിഹസിച്ചപ്പോൾ ഒരു വാക്ക് ഉരുവിടാതെ മൗനമായിരുന്ന സകലതും കേട്ടിട്ട് അവൻ അറക്കുവാൻ കൊണ്ടുപോകുന്ന അവൻ ചെമ്മരിയാടിനെ പോലെ മൗനമായി ഇരുന്ന ഒരു കർത്താവുണ്ട്. എന്തിനു വേണ്ടിയാണ്? എന്നെ നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്നെ നിങ്ങളെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. എന്നെ നിങ്ങളുടെ പാപങ്ങൾക്ക് മറുപടിയായി തീരുവാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ അത്രയധികം വേദനയിലൂടെ കടന്നുപോയെങ്കിൽ, അത്രയേറെ നിന്നലൂടെ കടന്നുപോയെങ്കിൽ, അത്രയധികം പരിഹാസത്തിലൂടെ കടന്നുപോയെങ്കിൽ ഈ പകൽക്കാലം മറുപടിയായി എനിക്ക് എന്ത് കൊടുക്കുവാൻ ഉണ്ട്? പകൽക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വന്ന് എനിക്കെന്ത് മറുപടി കൊടുക്കുവാനുണ്ട്? കാലം എനിക്ക് മറുപടിയായി നിൽക്കുന്നത് അവൻ ഇന്നും പിറുപിറുപ്പിന്റെ അനുഭവമായി. ഇന്നും കർത്താവ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, എന്റെ ഭവനത്തിന് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറകൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് അവൻ മറുപടിയുമായി പിറുപിറുപ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവൻ ആദ്യമേ നാം തിരിച്ചറിയണം, അതിനേക്കാൾ ഉപരിയായിട്ട് നിത്യ രാജ്യത്തിന്റെ അവകാശിയായിട്ട് അവൻ കർത്താവ് തീർത്തിട്ടുണ്ട്. അതിനെ മറന്നു പോകുവാനുള്ള ആകണം. ധ്യാനം തിരിച്ചറിയുവാൻ കഴിയുമ്പോൾ അവ ഈ ലോകത്തുള്ളത് പലതിനെയും ഞാൻ ചപ്പന്നും ചവറന്നും എന്നെ നിർത്തിയിട്ട് അവ ഞാൻ കർത്താവിനൊന്ന് സന്തോഷിക്കുവാനൊക്കെ ഇടയായിട്ട് കർത്താവ് ആ ഒരു ആത്മീയ ദർശനം, ആ ഒരു വെളിപ്പാട് എന്റെ ഹൃദയത്തിന് അന്തരങ്ങളിലേക്ക് തമ്പുരാൻ നൽകണമേ. പരിശുദ്ധാത്മാവ് നൽകുവാനാണ്. അനേകം വിഷയങ്ങളുണ്ട് കർത്താവേ, എന്നെ ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്നതായ വിഷയങ്ങളുണ്ട് കർത്താവേ. എന്നാൽ അങ്ങ് സ്നേഹിച്ച സ്നേഹത്തെ ഓർത്താൽ ഇതൊന്നും ഒരു തടസ്സമല്ല. അങ്ങനെക്ക് മറുപടിയായി തന്നതിനെ ഓർത്താൽ ഇതൊന്നും ഒരു തടസ്സമല്ല. എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും അത് തടസ്സമല്ല, ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കും അത് തടസ്സമല്ല, തലമുറകളുടെ വിഷയങ്ങളായിരിക്കും അത് തടസ്സമല്ല. ഒരു കാര്യങ്ങളും എനിക്ക് തടസ്സമല്ല. എന്റെ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായിട്ട് ഇതൊന്നും ഒരു കാരണമേ അല്ല. എപ്പോഴാ കഥാവിലാസം പറയുന്നതുപോലെ ആ ദൈവത്തിന്റെ സ്നേഹത്തിന് നീളത്തിന് ആഴവും വീതിയും ഒക്കെ ഉയരമൊന്നും അവൻ ഗ്രഹിച്ചറിയുവാൻ നിൽക്കണം. എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ഒന്ന് ദൈവം പ്രകാശിച്ചു തന്നാൽ അവൻ ഞാൻ എന്റെ പിറുപിറുപ്പുകളെ അവിടെ അവസാനിപ്പിച്ച് നിർത്തുവാനായിട്ട് എന്റെ യാതനകൾ സ്തുതിച്ചു തുടങ്ങുവാനായിട്ട് ദൈവമേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അവൻ ഞാൻ പാപിയായി ലോകത്തിന് നശിച്ചു പോകേണ്ടതായ നിത്യ നരകത്തിലേക്ക് പോകേണ്ടതായ എന്നെ സ്നേഹിച്ച ആ സ്നേഹത്തെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുവാനാണ്. അങ്ങനെ ദൈവം വില കൊടുത്ത് ആ നിന്ദകളും പരിഹാസങ്ങളും സഹിച്ച് കർത്താവിൻ്റെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ അവനെ അവനെ ആ പാവത്തെ ഏറ്റുപരിവേഷിച്ച് ദൈവത്തിന്റെ മകനായി മകളായി തീർത്ത ദൈവമക്കളെന്ന് വിളിക്ക് യോഗ്യരാക്കി തീർത്തപ്പോൾ ഇന്ന് പകൽക്കാരൻ കർത്താവ് നമ്മൾ പറയുന്നത് പോലെ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്ന മത്തേ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഇതിന് നടുവിൽ ഇറങ്ങി വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നോക്കുമ്പോൾ അവൻ ദൈവത്തിന് കൊടുക്കുന്നതായ മഹത്വം കൊടുക്കുവാൻ ആ സ്നേഹിച്ച വില കൊടുത്ത് വാങ്ങിയവൻ അവൻ ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവ് അവൻ വില കൊടുത്ത് വാങ്ങിയ കർത്താവ് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരും നോക്കുമ്പോൾ ഇവൻ മകൻ എങ്ങനെയാണ് എന്നെ ആരാധിക്കുന്നത്, എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി മഹത്വം കൊടുക്കുന്നത് നോക്കുവാണ്ടാകുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പല ചിന്തകൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, പല കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലാക്കുവാൻ കഴിയണം അവൻ ആ വിളിച്ച രക്തത്തെ എന്ത് ചെയ്യുക, നമ്മളെ ശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്ന് എണ്ണുന്ന രീതിയിലേക്ക് അവൻ അതിനെ തുച്ഛീകരിച്ചു കളയുന്ന അനുഭവത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് നന്ദി കരേറ്റുവാൻ കഴിയും, യേശുവിനെ കാര്യങ്ങളെ കരിപ്പിച്ചു കൊടുക്കാൻ കഴിയും. കർത്താവ് നമുക്ക് വാക്തിത്വങ്ങൾ തമ്പുരാൻ പലതും നമുക്ക് തമ്മിലാണ് ലഭിക്കുന്നത്. കർത്താവ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവൻ ഏറെ കുരുകിനേക്കാൾ വിശേഷതയുള്ളവരല്ലയോ എന്ന് പറയുന്നത്. നമുക്ക് കർത്താവിനറിയാം, നമുക്ക് വിഷയങ്ങൾ കടന്നു വരാം, സാഹചര്യങ്ങളിൽ കടന്നു വരാം, എല്ലാം കടന്നു വരാം എന്ന് ആർക്കറിയാം? കർത്താവിനറിയാം.
നാം ടെംപ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന ആർക്കറിയാം? കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന പാവമൊഴികെ സകലത്തിലും നിങ്ങൾക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുക. കർത്താവ് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവാകുമ്പോൾ നമുക്ക് തുല്യമായി നമുക്കൊന്നും പറയാൻ കഴിയും. എന്നെ പോലെ ആരും ഇതുപോലെ കഷ്ടതയിലൂടെ കടന്നു പോയിട്ടില്ല എന്ന് പലപ്പോഴും മറ്റുള്ളവരെ നോക്കി പറയുവാൻ കഴിയും. പക്ഷെ കർത്താവിനെ നോക്കി പറയുവാൻ പറ്റത്തില്ല. എന്നെ പോലെ ആരും വേദന അനുഭവിച്ചിട്ടില്ല, എൻ്റെ ഭാരങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല എന്ന പക്ഷേ നമുക്ക് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷെ കർത്താവ് പറയുക, ഞാൻ അനുഭവിച്ച വേദനകളുടെ ഒരംശം പോലും ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടില്ല എന്ന് കർത്താവ് നമ്മളെ നോക്കി പറയുവാൻ. നമ്മളോട് കൂടെ സ്നേഹമായി നിൽക്കുന്ന ഒരു വ്യക്തി ഒന്ന് തള്ളി പറഞ്ഞാൽ നമുക്ക് എത്ര വേദനയാണ്. അരുമശിഷ്യനായവൻ അവനെ അറിയത്തില്ല എന്ന പ്രാഗെ തള്ളിപ്പറഞ്ഞപ്പോ എന്തിനു വേണ്ടിയാണ്? അതും കർത്താവ് സഹിക്കുവാനായി തീർന്നു. തന്നോടുകൂടെ നടന്നവൻ, തന്റെ വാക്ക് കേട്ടവൻ, അത്ഭുതമെന്നവൻ, പ്രവൃത്തിയിൽ കൂടെ നടന്നവൻ ഒക്കെ തള്ളിപ്പറയുമ്പോഴും അതെല്ലാം കർത്താവ് സഹിച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയാണ്. എന്നാൽ ആ കർത്താവ് പറയുക, എൻ്റെ സഹിഷ്ണുതയിലേക്ക് എൻ്റെ ആ ആത്മാവ് പരിശുദ്ധാത്മാവ് ആ നിയോഗത്തിലൂടെ നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പോലെ ആകുവാൻ വേണ്ടി ഒരു കൃപ നമ്മളെ പകരണമേ. അങ്ങ് സഹിച്ചു അവൻ ലോകത്തില് ഒന്നും നേടുവാൻ വേണ്ടി, ആ ലോകത്തിലെ അവൻ നമ്മളെ നേടുവാൻ വേണ്ടി കർത്താവ് സകലതും സഹിക്കുവാൻ്റെ ആയിട്ടുള്ളത്. ഇന്നുവരെയൊക്കെ നമ്മളെ നോക്കി പരിഹസിക്കുന്നവരെ, അവൻ നിന്ദിക്കുന്നവരെ, അവൻ ഒന്നുമില്ല എന്ന് പറയുന്നവരെ നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്നും പറയാതെ തിരിച്ചു പറയാതെ അവൻ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ അവൻ നന്മ ചെയ്യുവാൻ ഒരു കൃപ നമ്മളാ പകരവാണെയാണ്. അവൻ എന്തിനെ കരുതി അവൻ കർത്താവിനെ നിത്യതയെ കരുതി അവൻ പലതിനെ ഉപേക്ഷിച്ചു കളയുവാൻ ഒരു കൃപ നൽകുവാണെയാണ്. ഒരു വാക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ രണ്ട് വാക്ക് തിരിച്ചു പറഞ്ഞിട്ട് എന്റെ കൃപ നശിപ്പിച്ചു പറയുവാനല്ല, കർത്താവേ മൗനമായിരിക്കേണ്ടത് മൗനമായിരിക്കാൻ ക്രിസ്തുവേ അങ്ങയുടെ വചനത്തിലൂടെ എന്നെ പഠിപ്പിക്കുവാണെയാകണമേ. പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കുവാണെയാണമേ. അപ്പം നന്മ ചെയ്യുവാൻ മടുത്തു പോകാതെ അപ്പം നന്മ ചെയ്യുവാൻ നിങ്ങളൊരു കൃപ നമ്മൾ നൽകണമേ. അവൻ കൈകൾ തളർന്നു പോകുവാണെയാകാതെ അവൻ നന്മ ചെയ്യുവാൻ നിങ്ങളുടെ കരങ്ങളെ തമ്മിൽ ബലപ്പെടുത്തുവാണെയാണ്. ക്രിസ്തുവിന്റെ പാപത്തിൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ ലോകത്തിലെ ആത്മാവല്ല നമ്മളെ നടത്തുന്നത്, ദൈവത്തിലെ ആത്മാവ് നമ്മളെ നടത്തുമ്പോൾ അവൻ ദൈവത്തിലെ ആത്മാവ് നിയോഗം അനുസരിച്ച് ക്രിസ്തു എങ്ങനെ നടന്നുവോ അതുപോലെ നടക്കണമെന്നാണ് ദൈവത്തിലെ ആഗ്രഹം. ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ ചിന്ത, ക്രിസ്തുവിന്റെ വിചാരം ഇതൊക്കെ ആകണം. എങ്ങനെയാ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണമെന്ന് കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നു. 5, 6, 7 അധ്യായങ്ങളിലൊക്കെ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ ക്ലിയർ ആയിട്ട് കഥ പറഞ്ഞിരിക്കും. അതവർക്ക് ദിവസം പറഞ്ഞത് നമ്മൾ വഞ്ചിക്കപ്പെടുവാണ്ടാകുന്നത്. അവിടെ ഇവിടെയും കണ്ട് കേട്ട് അവ ഇങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം ലൈഫ് എന്ന് വിചാരിച്ചിട്ട് വഞ്ചിക്കപ്പെട്ടു പോകാണ്ടാകരുത്. അനേകരെ അനേകർ നമ്മുടെ ഇടയിൽ തന്നെ വെള്ളവസ്ത്രം ധരിച്ച് ദൈവദൂതന്മാരെ വിളിച്ച വേഷം ധരിച്ച് ഇറങ്ങി പുറപ്പെട്ട കാലഘട്ടങ്ങളിൽ അവൻ നമ്മൾ ഏത് സത്യവചനമെന്ന് തിരിച്ചറിയുവാൻ നിങ്ങളുടെ ഇന്നും കഷ്ടതയില്ല എന്ന് പറയുന്ന പ്രസംഗിക്കുന്ന അനേകം ദേവദാസന്മാരുണ്ട്. എന്നാൽ കർത്താവ് പറയുന്ന കഷ്ടത നിങ്ങൾ ലോകത്തിലുണ്ട്, എന്നാൽ ഞാൻ സകലത്തെയും ജയിച്ച കർത്താവാകുമ്പോൾ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അത് പാർട്ടാണ്, ലൈഫിൻ്റെ പാർട്ടാണ്. പക്ഷേ അവിടെയും കർത്താവ് ബലപ്പെടുത്തുവാൻ വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നാം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ. നിർവാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടക്കുവാൻ ഭയത്തോടെ വിറയിലോടെ ദൈവത്തിന് പ്രസാദമുള്ള ലൈഫ് ജീവിതം നയിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ ദൈവം തയ്യാറാണ്. ദൈവത്തെ സന്നിധിയിലേക്കൊന്ന് അടുത്തു വന്ന് കർത്താവിന്റെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മൾ തന്നെ ശോധന ചെയ്യുവാനാണ്. കർത്താവ് നമ്മൾ തന്നെ ശോധന ചെയ്യണം. കർത്താവെ എന്നെ സ്നേഹിച്ച സ്നേഹം, എന്നെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവെ ആ സ്നേഹത്തിൻ്റെ മറുപടിയായിട്ട് ഞാൻ കൊടുക്കുന്നത് ക്രിസ്തുവിൻ്റെ ഓരോ ആക്ടിവിറ്റീസുകളും കർത്താവിൻ്റെ ഒരു ആക്ടിവിറ്റീസുകളും എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ
കർത്താവിനെ ദുഃഖിപ്പിക്കുന്നതായ മന്ദിരങ്ങളാണ്